ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വെറും 3 ചേരുവ മാത്രം മതി കേട്ടോ. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല, വാനില എസൻസ് ഒന്നും വേണ്ട കേട്ടോ. വെറും കോഴിമുട്ടയും പഞ്ചസാരയും മൈദയും മാത്രം മതി നമുക്ക് ഇത്രയും ഹൈറ്റിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു ചാനലിൽ കണ്ടിട്ട് ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ അതോ ഫ്ലോപ്പ് ആവുമോ എന്നുള്ളത് സംശയത്തിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കട്ടോ. കുട്ടികൾക്ക് എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാൻ പറ്റണ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഇത് വലിയ വലിപ്പമുള്ള കോഴിമുട്ട ഒന്നുമല്ല, ചെറിയ കോഴിമുട്ടയാണ് കേട്ടോ. വലിയ വലിപ്പമുള്ള കോഴിമുട്ട ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കൂടെ കേക്ക് ഹൈറ്റിൽ വന്നോളൂ. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് പൊടിച്ചെടുത്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, നേരെ ഈ കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ബീറ്റർ വെച്ചിട്ട് ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ്, 1-ലും 2-ലും ഇട്ടിട്ടൊന്നുമല്ല, ഇതിൻ്റെ ലാസ്റ്റത്തെ ഓപ്ഷനിൽ ഇട്ടിട്ട് നല്ല സ്പീഡിൽ തന്നെ കറക്കി എടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് നല്ലോണം മെൽറ്റായിട്ട് ഇതിൽ യോജിച്ച് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മളിതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര തരിമ്പോൾ മുട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടാവില്ല, കിറ് കിറ് എന്ന് പറഞ്ഞാണ്ടൊരു സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് നിൽക്കും കേട്ടോ. പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളിത് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തേക്കും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, ഒരേ വശത്തേക്ക് തന്നെ ഇട്ടുകാണ്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിപ്പോൾ നമ്മൾ മൈദ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തും കൂടി ഇട്ടിട്ട് കുത്തി ഇളക്കരുത്. ഒന്നാമത് പിന്നെ ഞാൻ ആ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻറ്റ് കണ്ടിട്ടോ. ഞാൻ പറഞ്ഞില്ല, വേറൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിലുണ്ടായിരുന്നു, ഞങ്ങളൊന്നും ചെയ്തിട്ട് ശരിയായില്ല, ഇതൊന്നാകെ താന്ന് പോയി, ഹൈറ്റൊന്നും കിട്ടിയില്ല, ചപ്പിപ്പോയി, അങ്ങനെയൊക്കെ കിട്ടിയത്. അപ്പോൾ അതിൽ ഒന്നാമത് കാരണം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെയാണ്. ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കണം. പിന്നെ നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതൊന്ന് ഒരു 5 മിനിറ്റ് മുന്നേ ഓവനിലായാലും അടുപ്പത്തായാലും വെച്ചിട്ട് ചൂടാക്കി എടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ല, ഒരു ഭാഗത്തേക്ക് മാത്രം തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കോഴിമുട്ടൻ്റെ ബാറ്റർ താന്ന് പോവാതെ നോക്കണം, പ്ലഫി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഇടയ്ക്ക് കാണിച്ചിട്ടില്ല, നമ്മൾ ഫോൾഡ് ചെയ്യണം അത്രയും നേരം ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോറടിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടാമതും പകുതി ഇട്ടുകൊണ്ടാണ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത അതേ മാവിൻ്റെ എന്താ പറയുക, കോഴിമുട്ടൻ്റെ ബാറ്ററിൻ്റെ ഹൈറ്റ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ രഹസ്യം തന്നെ ഇരിക്കണത് കേട്ടോ. നമ്മൾ ഇത്രയും ഫ്ലഫി ആയിട്ട് മാവ് ഒഴിക്കുമ്പോൾ ഒരിക്കലും നമ്മളിത് ഹൈറ്റ് കിട്ടാതിരിക്കൂല. അപ്പോൾ എനിക്ക് മാവ് കണ്ടപ്പോൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലായിന്ന് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുന്നു കേട്ടോ. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ഏലക്കായൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കേക്ക് ചെയ്യാമെന്നില്ല. അപ്പോൾ ഞാൻ അതേമാതിരി തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാട്ടോ. നമ്മൾ എക്സ്ട്രാ ഒന്നും കൂട്ടാതെ അതുപോലെ തന്നെ ചെയ്താൽ നന്നാവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അറിയണമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് ഫോൾഡ് ചെയ്തിട്ട് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ വിസിലിടാതെ ഒരു 8 മിനിറ്റോളം ഞാൻ ഇതുണ്ടാക്കണ അത്രയും ടൈം ഞാൻ
അടുപ്പത്ത് വെച്ചിരുന്നു. ഞാനിത് കോഴിമുട്ട ബീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓണാക്കിയിട്ട് വെച്ചതേന് ഗ്യാസുമ്മൽ കുക്കർ. നമ്മൾ കുക്കറിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഒരു അലുമിനിയം ചെമ്പട്ടിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും കുക്കർ ആയിക്കോട്ടെ എന്ന് വെച്ചാണ്ട് ഇതാക്കിയത്. പിന്നെ ഞാനിതാ ഒരു സ്റ്റീലിൻ്റെ ഡവറാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കണം കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ നമുക്ക് അടിപൊളി കേക്കായിട്ട് കിട്ടുമെന്ന്. നല്ല റിബൺ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വീണത് കേട്ടോ. അപ്പോൾ തന്നെ അറിയാം നമുക്ക് നമ്മളെ കേക്ക് ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുമെന്ന് കേട്ടോ. പിന്നെ അതിലെന്താണ് എനിക്ക് പണി പറ്റിയതെന്ന് അറിയോ, ഞാൻ കേക്ക് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളേന്ന് കേട്ടോ. 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലേന്ന് അറിയാതെ വെച്ച് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ കേക്ക് കരിഞ്ഞ് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ. ഞാൻ ആണെങ്കിൽ മറന്നു പോയിന്നത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി മേലെ കുഴിഞ്ഞ് പോയിട്ട് അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഞാൻ ഇത് ഫ്ലെയിം കൂട്ടി വെച്ചതിൻ്റെ കേട്ടോ, അല്ലാതെ കേക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്കും ഇല്ല. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയുക, തീയെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതെങ്ങനെയാണ് ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിക്കാണ്ടല്ലേ കുക്കർ ചൂടാക്കില്ല. അപ്പോൾ ഞാൻ മറന്നിക്കാണ്ട് അതേ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ വിസിലിട്ടിട്ടില്ല, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഒരുപാടൊന്നും ഇതായിട്ടില്ല കേട്ടോ, നേരിയൊരു കുഴിവ് അതിന് നടുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അയച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ മറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ആ കേക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ആ വീഡിയോയിൽ കാണിച്ച അതേമാതിരി തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്ലോപ്പൊന്നുമല്ല, നല്ല റെസിപ്പി തന്നെയാണ് ആ കാണിച്ചിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ നല്ല ഭംഗിയിലും ഒരിത്തിരി കരിഞ്ഞു പോവേ കളർ മാറൊന്നും ചെയ്യാതെ നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കട്ടോ. ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഇതാ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഒന്ന് നിങ്ങൾ കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. നമ്മളിങ്ങനെ കത്തി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പൂണ്ട് പോകട്ടോ, നല്ല പൊടിഞ്ഞ് വരണ മാതിരത്തെ അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുക്കണം കാണുമ്പോൾ ഉള്ളിൽ വേവാതിരിക്കുക ഒന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പഞ്ചായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ സ്പഞ്ച് എന്തിനു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കട്ടെ. കേക്കിൻ്റെ ബേസായിട്ട് നമ്മളൊക്കെ ക്രീമൊക്കെ കൊടുക്കില്ല, അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെ ഇതിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് ചോക്ലേറ്റ് കേക്ക് ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിട്ടോ, നല്ല അടിപൊളി സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ.